സർ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ വിഷയം ആദ്യം ചർച്ച ചെയ്യാം. അതായത്, കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് റഹീം പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് വായ്പയും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വായ്പയും ഉൾപ്പെടെ 15 ലക്ഷം രൂപ നാട്ടിൽ ബാധ്യതയുണ്ട് എന്ന വിവരം അറിയാം. അഫാൻ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള കാര്യവും അറിയാമായിരുന്നു. പെൺകുട്ടിയുടെ സ്വർണ്ണമാല പണയം വെച്ചിരുന്നു. ആ മാല പണയത്തിൽ നിന്ന് എടുത്തു നൽകാൻ 60,000 രൂപ ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലേക്ക് അയച്ചിരുന്നു. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന അഫാന്റെ മൊഴിയുടെ നേരെ വിരുദ്ധമായിട്ടാണ് പിതാവ് റഹീം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ബാധ്യത മാത്രമല്ല, മറ്റെന്തോ വിഷയമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി. കാരണം അതിനകത്ത് വാർത്ത വന്നത് പിതാവിന് UAE അവിടെ 28,000 ദിർഹംസ് കടവുള്ളൂ. 28,000 ദിർഹംസിൻ്റെ കടവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ 21 രൂപയേ ഉള്ളൂ ഒരു ദിർഹം. അപ്പോൾ 28,000 എത്ര അങ്ങനെ മാനേജ് ചെയ്യാനുള്ള കടവുള്ളൂ. പക്ഷേ അതൊരു യമനിയുടെ നിന്ന് വാങ്ങിച്ചപ്പോഴാണ് ആൾ കുഴപ്പമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പുള്ളി ദമാമി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു കടമല്ല, പുള്ളിക്ക് അത് മാനേജ് ചെയ്യും. പക്ഷെ നാട്ടിലെ പുള്ളി അവിടെ നിന്ന് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. 10 സെൻറ്റ് സ്ഥലവും വീടും വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഈ മകൻ പറയുന്ന പോലെ ഒരു കടമില്ല എന്നാണ് എനിക്ക് അത് പൊതുവെ തോന്നുന്നത്. കാരണം അദ്ദേഹം കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചു വരുന്നൊരു മനുഷ്യനാണ്. ഇത്രയും വലിയൊരു കടം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പലരെ നിന്ന് വാങ്ങിച്ച് ദൂർത്തടിച്ച്. പിതാവിൻ്റെ ഈ കടമൊന്നും അവന് പ്രശ്നമല്ല. അമ്മ കടം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 65 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വാസമില്ല. അതേസമയത്ത് ഈ കടത്തിൻ്റെ നടുവിലും ഇവൻ വണ്ടി മാറുന്നു, രാത്രി മുഴുവൻ യാത്ര, ദൂർത്താണ്, മദ്യപാനം തുടക്കത്തിലെ ഡ്രഗ്സ് മദ്യപാനം കാണുമെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതെന്തായാലും ഈ കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ബാർ ഹോട്ടലിൽ പോയി അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എവിഡൻസ് വന്നു കഴിഞ്ഞു. ഇയാളൊരു ഡ്രോപ്പ് ഔട്ടാണ് ആ വീട്ടിൽ. അത് അവർ സപ്രസ് ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത്, അമ്മ. പക്ഷെ അമ്മയെ സംബന്ധിച്ചാൽ മകനെ തഴയാൻ പറ്റില്ല. എത്ര കൊലക്കേസ് ചെയ്താലും ശരി, അമ്മയ്ക്ക് മകൻ തന്നെയാണ്. അതുകൊണ്ട് അമ്മയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവനെ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും അവർ. പക്ഷെ ഇവനൊരു 15 വയസ്സ് മുതൽ അവൻ്റെ പഠനം മുടങ്ങിയിട്ടുണ്ട്, അറിയാം നമുക്ക്. അവനെ പണം അമിതമായി ചിലവാക്കുന്നൊരു പയ്യനാണ്. പക്ഷെ പണം ഇവൻ്റെ ഇത്രയും വലിയൊരു എമൗണ്ട് അവനാകെ കടം 74,000 രൂപയ്ക്കടുത്ത് ആ മാല പണയം വെച്ചപ്പം 74,000 രൂപ 40,000 രൂപ ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ആ പെൺകുട്ടിക്ക് മാല വാങ്ങിച്ചിട്ട് ഇപ്പം പിതാവ് 60,000 രൂപ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം അവന് കടമില്ല. അപ്പം കടമുണ്ടെന്ന് പറയുന്നത് എന്തിന്? അവൻ്റെ നിന്ന് പണം ആരെങ്കിലും വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതോ ഇവൻ, എനിക്ക് തോന്നുന്നില്ല, ഡ്രഗ്സും ഇതൊക്കെ അടിക്കാനുള്ള അമിതമായി പണം ചിലവാക്കിയിട്ടുണ്ട്. അവന് 1-2 കൂട്ടുകാരും കാണും, അവരുമായിട്ടുള്ള യാത്രയാണ്. ഇവനൊരു അന്ധവിശ്വാസിയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന് ഇവൻ ആരും അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനുള്ള, ചിലപ്പം അമ്മയോട് അത്ര സ്നേഹം ഇവനുണ്ടെങ്കിൽ അമ്മയാണല്ലോ ആദ്യം ആക്രമിച്ചത്. ഇത്രയോ ആൾക്കാരെ കൊല്ലാനുള്ള ഒരു മനസ്സിൻ്റെ ആവശ്യം അവനില്ല. പൊതുവെ നമ്മൾക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം അവനില്ല. പിന്നെ എന്തിനു കൊന്നു? അവനൊരു മനുഷ്യന് അല്പസ്വല്പം ചിന്തിക്കുന്ന, തോറ്റു കിടക്കുന്ന ഒരു കുട്ടിയാണ് ഇത് ചെയ്യത്തില്ല. പിന്നെ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതാണ് പ്രസക്തമായ ചോദ്യമാണ് അത്. നൽകിയ മൊഴിയെല്ലാം സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ പിതാവ് അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. അവൻ പറഞ്ഞൊരു മൊഴിയിൽ കാര്യം, പിതാവിന് അങ്ങോട്ട് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ പിതാവ് റഹീം അക്കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പണം അയക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പണയം വെച്ച സ്വർണം എടുത്തു കൊടുക്കാൻ വേണ്ടി 60,000 രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നതെല്ലാം, പോലീസിന്റെ ഭാഗമായിട്ട് വരുന്ന വാർത്തകൾ വരുന്നതെല്ലാം ഇവന്റെ സാമ്പത്തിക ബാധ്യതയാണ് ഈ കൊലയിലേക്ക് നയിച്ചത്, ഇത്രയും കൂട്ടക്കൊലപാതകം നടത്താൻ കാരണമായത് എന്നാണ്. പക്ഷേ ഈ ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സാമ്പത്തിക ബാധ്യത അല്ലാന്ന് സാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ക്ലൂ കിട്ടുന്നുമില്ല. അതെന്തുകൊണ്ടാണ്? അത് പോലീസ് അത് അന്വേഷിച്ച് ചുമ്മാ അവനെ ചോദ്യം ചെയ്തോ അവൻ്റെ അമ്മയെ ചോദ്യം ചെയ്താലോ അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പിതാവിനെ ചോദ്യം ചെയ്താലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവന് പോലീസിൻ്റെ അറിയിൽ വലിയ കൂട്ടുകാരൊന്നുമില്ല. പക്ഷെ കൂട്ടുകാരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇവൻ ബന്ധപ്പെട്ട സ്ഥിരമായിട്ട് വിളിക്കുന്ന ആര്, അതാണ് ഞാൻ പറഞ്ഞ 8 വർഷത്തെ ഫോൺ നോക്കണം.
അന്ന് മുതലേ ഇവനെ ആരോ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രഗ്സ് അന്ന് മുതൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് കണ്ടെത്തണം. അവിടെ കണ്ടെങ്കിലേ മാത്രമേ മോട്ടീവ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് പോലീസ് പറയുന്നത് ഇവൻ കടം കൊണ്ട് കടം കൊണ്ടാൽ ഇവൻ കൊന്നുകൊണ്ട് എന്താ പറയാനാ? അപ്പൻ്റെ ചേട്ടനെ അത്ര വലിയൊരു ഭീകര വൃത്തിയല്ലേ ചെയ്യുന്നത്, അത്ര ക്രൂര കൊലപാതകമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവൻ എന്താ മെച്ചം? ഒരു മെച്ചമില്ല. പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊന്നു, അതെന്തിനാ? ഒരു നിസ്സാര കാര്യത്തിൽ വീട്ടിൽ പിണക്കോ ഇണക്കമൊക്കെ അല്ലേ വീട്ടിലില്ലേ. ചിലപ്പോൾ ചേട്ടന്മാർക്ക് പൈസ കൊടുക്കില്ല, ഉടനെ അങ്ങ് കൊല്ലുകയാണോ? അപ്പം ഒന്നെങ്കിൽ അബ്നോർമലായ ഒരുത്തൻ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കേരളത്തിൽ കണ്ടിരിക്കുന്ന എല്ലാ കേസും നോക്കിക്കോളൂ. കേടലായാലും ശരി, നെയ്യാറ്റിൻകരയിൽ അയിരു എന്ന് പറഞ്ഞ സ്ഥലത്തായാലും അപ്പനെ കഴുത്ത് കണ്ടിച്ചവനായാലും ശരി, എത്ര കുട്ടികളാണ് കിടക്കുന്നത്. അവരെല്ലാം എന്താണ്? വേറെ അന്ധവിശ്വാസത്തിലൂടെ പോയ കുട്ടികളാണ്. ശാസ്ത്രീയ ബോധമില്ല, വിദ്യാഭ്യാസം മുടങ്ങുന്നുണ്ട്. ചൈനയിൽ പോയി പഠിച്ചിട്ട് വന്നവനാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കുകാരൻ കഴുത്തറുത്തവൻ. അവിടെ അവൻ പാസ്സായില്ല. ഇവിടെ വന്നിട്ട് അവൻ്റെ മുറിയിൽ 7 വർഷം ആരെയും പ്രവേശിപ്പിക്കുന്നില്ല അവന്. അത് കൂടോത്രവും മന്ത്രമാണ് മാത്രമാണ് അവിടെ നിൽക്കുകയാണ് അവന്. അപ്പൊ ഇവന് അതുപോലെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് നമുക്കറിയാം. അതാണ് പോലീസ് അന്വേഷിക്കണമെന്ന് ഞാൻ. പക്ഷേ അന്ധവിശ്വാസം ഉണ്ടാകാം എന്നൊക്കെ നമ്മൾ സംശയിക്കുന്നു. ഒരുപക്ഷെ ദുർമന്ത്രവാദമാകാം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതിലേക്ക് നയിക്കുന്ന ക്ലൂകളൊന്നും വരുന്നില്ലല്ലോ. നമുക്കപ്പോ പോലീസിന് അന്വേഷണത്തിലെ പോരായ്മ കൊണ്ടാണോ, അതോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, അത് ചുമ്മാ വായുവിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത് മാത്രമാണോ? അത് പോലീസ് നമ്മൾ ഓരോ കേസും നോക്കണം. കട്ടപ്പനയിലെ ദുർമന്ത്രവാദം ചെയ്ത് പിതാവിനെ മകനും ആ പൂജാരികൾ ചേർന്ന് മകൻ്റെ ആ വീടിനകത്ത് കുഴിച്ചിട്ട് അറക്കാനായിട്ട് അമ്മയും അതുപോലെ തന്നെ ഇവൻ്റെ സഹോദരിയും കെട്ടിയിട്ടിട്ടുണ്ട് ആ ഒരു വീടിനകത്ത്. അടുത്ത പൂജയ്ക്ക് നരബലിക്കണം. അത് അയാളുടെ വീട്ടിൽ ചെയ്ത്, പക്ഷെ പൂജ ചെയ്യുന്ന ആളുടെ വീട്ടിലല്ല അത് ചെയ്തത്, അവരുടെ വീട്ടിലാണ്. പലരും പല രീതിയിലുള്ള തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. നമുക്കറിയാം, ആ എലന്തൂരിലെ നരബലി സമയത്ത് അവിടെ ഒരു അവൻ്റെ പേര് അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഈശോ മുസ്ലിം, അവനാണ് ഇത് ചെയ്തത്. അപ്പം ഞാൻ ആദ്യമായിട്ട് മുസ്ലിമായ ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ഒരാൾ കൊലപാതകം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നരബലിയിലെ എലന്തൂർ നമ്മൾ പഠിക്കണം. എലന്തൂരിന് അവനാണ് അവിടുന്ന് എറണാകുളത്ത് ഷാഫി. അപ്പം പൊതുവെ ജാതി മതം ഒന്നുമല്ല പ്രശ്നം. ഇതിനകത്ത് അന്ധമായി വിശ്വസിക്കുന്ന ഒരാൾ ആ പൂജയും ക്രമവും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൊല്ലാനും പോകും. ഇവിടെ എന്തിനാണ് മോട്ടീവില്ല എന്ന് ഞാൻ പറഞ്ഞു. കേസ് പോലീസ് സൂക്ഷിച്ചില്ലേ കേസ് വിട്ടുപോകും. മോട്ടീവില്ല ഇതിനകത്ത്. എന്താണ് മോട്ടീവ്? മൾട്ടിപ്പിൾ മോട്ടീവ് എന്ന് ഞാൻ ആദ്യം പോലെ പറയുന്നത്. വല്യമ്മയെ കൊന്നത് ഒരു മോട്ടീവ്, അവൻ പറയുന്ന പോലീസ് സൂക്ഷിച്ച് അതൊരു മോട്ടീവ്. ശരി, അപ്പൻ്റെ ചേട്ടൻ്റെ ഭാര്യയും കൊണ്ട് എന്തിനാണ് മോട്ടീവ്? പക്ഷെ അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ കടബാധ്യതയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ അഫാന്റെ അമ്മ ഷെമി ചിട്ടി നടത്തിയിട്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക പ്രയാസം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചിട്ടി നടത്തിയത്. അതിൽ കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചിട്ടിപ്പണം ഷാഹിദയ്ക്ക് കൊടുത്തില്ല. ഇതേ ചൊല്ലി ഷാഹിദയും അഫാന്റെ ഉമ്മയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇത് ലത്തീഫ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. അങ്ങനെ ഉമ്മാനെ കുറ്റപ്പെടുത്തിയതും സഹിക്കാൻ കഴിഞ്ഞില്ല, അതും ഒരു കാരണമായി അവരെ കൊല്ലാന്നാണ്. പക്ഷേ ഈ മൊഴി പൊരുത്തപ്പെടുന്നില്ലല്ലോ. കാരണം അവൻ പറഞ്ഞത് മുത്താപ്പാനെ കൊല്ലാൻ പോയി, അദ്ദേഹത്തിനെ മാത്രമേ ഞാൻ ടാർഗറ്റ് ചെയ്തുള്ളൂ, പക്ഷേ അത് മൂത്തുമ്മ കണ്ടുകൊണ്ടിരുന്നു, ഞാൻ അവർ പുറത്തു പറയണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരെ കൊന്നത് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ പിതാവ് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയ്ക്കൊരു കൊളാബറേഷൻ വന്നത്? അതെ, അവന് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല. അമ്മയല്ല ആദ്യം ഉപദ്രവിച്ച്, അത് മറന്നു പോകരുത്. അമ്മ അവനെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം അടിച്ചത് അമ്മയാണ്. ഈ സീരിയൽ കില്ലിങ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് അടി അമ്മയ്ക്കാണ്. അത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അമ്മയെ ഉപദ്രവിച്ചു? അത് എന്നാന്നറിയോ, അത് ഈ മന്ത്രവാദത്തിലൊക്കെ അത് നമുക്ക് ഈ കുട്ടികൾ, ഈ ചെറുപ്പക്കാരായ 10-നകത്തുള്ള ചില കുട്ടികൾ, അവർ ഈ അവരുടെ മൊബൈലിൽ കയറി ചില ഗെയിം കളിച്ച് എന്തും കൊലപാതകത്തിൽ ചാടും. കൊലപാതകം ചെയ്യുന്നത് മാത്രമല്ല, ഇവൻ്റെ എൻഡാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ 2-3 കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു പയ്യൻ. അപ്പോൾ അതിനു മുമ്പ് അവന് ഈ കളിക്കുന്ന കളി മുഴുവൻ ഓരോ മർഡർ ടാർഗറ്റാണ്. ടാർഗറ്റിൻ്റെ എൻഡാണ് ഇതിൻ്റെ അവസാനം. അത് എത്രയോ ദിവസം കൊണ്ട് കളിച്ചിട്ടാണ് അവൻ അന്തരീക്ഷത്തിൽ കൂടെ പറന്നു പോകുന്നതാണ് അവൻ്റെ ധാരണ. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ചാടിയത്. ചാടിച്ചത്തും പോയി. കുറേ കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ കേരളത്തിൽ. അപ്പം കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല കേരളത്തിൽ. ഇപ്പം നമ്മളിപ്പം ആ ഷഹബാസ് കണ്ടില്ലേ, അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണെന്ന് വിചാരിച്ചോണം.
അവന് ആ ഏരിയയിലുള്ള പിള്ളേരെ ഒരു ഹീറോയാണ്. ഇവര് അടിയിൽ തോറ്റപ്പോൾ അവനെ ഇറക്കിയെന്നാണ് ഞാൻ പറയുന്നത്. അവനവിടെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടിയല്ല, അവിടെ പഠിക്കുന്നവരുടെ ഒരു വലിയ ഫാനാണ്, ഇവന്റെ ഫാനാണ് അവൻ ഇവനെ ഇറക്കി ബൈക്കിൽ കൊണ്ടുവന്നു തിരിച്ച് അവന് തല്ല് കിട്ടിയപ്പോൾ ആ ചെറുക്കനെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പോയി കളഞ്ഞു. അവർ കുട്ടികളല്ലേ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ മാനസികമായ ഇതുപോലെയുള്ള സിറ്റുവേഷനിലേക്ക് വളർന്നു വന്നത്. അത് അപ്പനെ അമ്മയും ഞാൻ കുറ്റം പറയുമെന്ന്, സാറന്മാരെയും കുറ്റം പറയും. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങനെ അഫാന്റെ കേസിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇവിടെ അമ്മയാണ് അവൻ ആദ്യമായിട്ട് ടാർഗറ്റ് ചെയ്തത്. പക്ഷേ അമ്മയ്ക്ക് പല കാര്യങ്ങളും അറിയാം, പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ റഹീം തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് റഹീം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയ്ക്ക് കടമില്ല എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഇവിടെ കടമുണ്ടാക്കിയിരിക്കുന്നത് ഉമ്മയും മോനും ചേർന്നാണ്. അതുകൊണ്ടാണോ ഒരു പക്ഷേ ഇപ്പോൾ ഉമ്മ മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ കട്ടിലിൽ നിന്ന് വീണാണ് എന്ന് പറഞ്ഞിട്ട്? അത് ആകാം. പക്ഷേ ഉമ്മ ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഉമ്മയാണെന്ന്. അപ്പോൾ ഇവൻ്റെ എല്ലാ തന്ത്രങ്ങളും ഇവൻ്റെ കുതന്ത്രങ്ങളും ഇവൻ്റെ എല്ലാ പോക്കുകളും അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവൻ കൈവിട്ട് പോയ ബോയിയാണ്. അപ്പോൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമ്മ ശ്രമിക്കുക. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവൻ പറയുന്ന ആവശ്യപ്പെടുന്ന പൈസയൊക്കെ കൊടുക്കും. അവന് ഇപ്പം പുതിയ വണ്ടി വാങ്ങിക്കാനും ഒക്കെ അവർ മറിച്ചും പിടിച്ചുമൊക്കെ കൊടുക്കും. ഭയമായിരിക്കും. ചിലപ്പോൾ അമ്മയ്ക്ക് മരണഭയം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവനെ പ്രതി മരണഭയം ഉണ്ടോ അത് നമുക്ക് പറയാനൊക്കില്ല. ഇവനിപ്പം അമ്മ അബോധാവസ്ഥയിലായി, അതിൽ നിന്ന് നോർമൽ ഇതിലോട്ട് വരുമോ ഇല്ലെന്ന് എത്ര ദിവസം പിടിക്കുമെന്ന് നമുക്കറിയത്തില്ല. പോലീസ് ഇതിനകത്ത് മോട്ടീവ് പോലീസ് പരാജയപ്പെടും. എന്താണ് മോട്ടീവ് എന്ന് പറയാനൊക്കത്തില്ല. കാരണം കല്ലറ പാങ്ങോട് കേസിനകത്ത് മോട്ടീവ് പറഞ്ഞു ഒപ്പിക്കാം. കാരണം മാലയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, പൈസയ്ക്ക് വേണ്ടി ആ വല്യമ്മയെ കൊന്നു, അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പൻ്റെ ചേട്ടനെയും ഭാര്യയും കൊന്നതിന് റീസണിങ് ഇല്ല. വൈരാഗ്യമാണെന്ന് പറയുന്നുണ്ടല്ലോ അവര്. പലപ്പോഴും ഉമ്മയെ ഉൾപ്പെടെ കളിയാക്കിയിട്ടുണ്ട്. അവൻ കാമുകിയായിട്ട് പ്രണയത്തിലായതിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അതിന്റെ വൈരാഗ്യം തീർത്തതാണെന്നാണ് പറയുന്നത്. അത് എത്ര പേരെടുത്ത് തീർക്കാം? എല്ലാ വൈരാഗ്യാരെയും കൊല്ലാൻ ഇവന് ഈ ജന്മത്തിൽ സാധിക്കുമോ? ഇവന്റെ വീടിനടുത്ത് ഒരു സ്ത്രീ ഒരു കൊച്ചിനടുത്ത് പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് അവരെയും കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? പൈസ ചോദിച്ചറിനെ കൊടുക്കാൻ ഇവൻ ആരാണ്? അവരെ ആരുമല്ല, അവർ കൊടുക്കാൻ ബാധ്യതയില്ലല്ലോ. അങ്ങനെ ഈ പയ്യന്മാർ ചിന്തിക്കുന്ന അത് വികലമായ ചിന്തകളാണ്. എങ്ങനെയാണ് ചിന്ത വരുന്നത്? അതൊരു നോർമൽ ചൈൽഡിന് വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. അവനെ ആരോ മിസ്ലീഡ് ചെയ്യുന്നു, അവൻ വേറെ എന്തെല്ലോ വിശ്വസിക്കുന്നു, ഇതെല്ലാം ചത്തുകെട്ടുപോയി. അവനെ മരിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. അതൊക്കെ തട്ടിപ്പാണ്. ഇത്രയും പേരെ കൊന്നിട്ട് അവനെ എല്ലാവരെയും കൊല്ലാൻ ഏതൊക്കെ തന്ത്രമാണ് അവൻ പ്രയോഗിക്കുന്നത്? അവന് സ്വയം മരിക്കാൻ, ക്ലീനായിട്ട് മരിക്കാനുള്ള തന്ത്രം അവൻ അറിയാമല്ലോ. എന്തിനാണ് അവൻ വന്ന് സറണ്ടർ ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ? അവന് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ ചിന്ത വികലമായ ചിന്തകളാണ്. അത് പോലീസ് കണ്ടെത്തണം. ആ ചിന്തയ്ക്ക് ഇവൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവൻ്റെ അമ്മ പറയുന്നത്, ഇവനെ സംരക്ഷിച്ചുകൊണ്ടുള്ള പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ കോടതിയിൽ വരാൻ സാധിക്കുന്നെങ്കിൽ, കാരണം അവർ നോർമൽ പൊസിഷനിൽ വരണം. അത് വരാൻ സാധിക്കുന്നെങ്കിൽ ഈ ചെറുക്കിന് വേണ്ടി കോടതി പറയും. ആ കേസ് അമ്മയുടെ കേസ് വിട്ടുപോകും, അമ്മയെ ഉപദ്രവിച്ചതിൻ്റെ കേസ്. അതേസമയത്ത് കുഞ്ഞു കൊച്ചിനെയും ആ പെൺകുട്ടിയെയും കൊന്ന കേസ് 302 ഓരോരോ 302. അപ്പോൾ ഇവന് 21 വയസ്സുള്ള ഇവനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് അർഹനാണ്. ഇവനെ നമുക്ക് സമൂഹത്തിൽ ആവശ്യമില്ല.